CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് സ്ത്രീ മരിച്ചു. 2 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. ചൂണ്ടൽ സെന്ററിലെ സിഗ്നലിൽ ബസ്സും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് ചൊവ്വന്നൂർ സ്വദേശിനിക്ക് പരിക്കേറ്റു. ചൊവ്വന്നൂർ പുളിച്ചാംവീട്ടിൽ ലൈലയ്ക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് തിരുവത്ര പുതിയറയിൽ വലിയ മുഴക്കത്തോടെയുള്ള പ്രകമ്പനമുണ്ടായ സ്ഥലത്ത് ജിയോളജി വകുപ്പ് സന്ദർശനം നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ മൈനിംഗ് ആൻഡ് ജിയോളജി വിഭാഗത്തിലെ ഡോക്ടർ AK മനോജ് പറഞ്ഞു. കടവല്ലൂർ കല്ലുംപുറത്ത് സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കടമെടുത്ത് സംസ്ഥാനത്തെ കടക്കെണിയിലാക്കുക എന്നതാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം മധുരക്കുളം റോഡിൽ നിന്ന് തൃശൂർ റോഡിലേക്ക് കയറുന്നതിനിടെ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ റോഡിൽ വീണു. ലോറിക്ക് പിറകിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. വേലൂർ മണിമലർക്കാവ് പഴയങ്ങാടി റോഡരികിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി മലമ്പാമ്പിനെ പിടികൂടി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മരണം വരെ നിരാഹാര സമരം നടത്തുന്ന SDPI മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൽ ഖാദറിന്റെ സമരം 12ാം ദിവസത്തിലേക്ക്. 5 ദിവസം കേച്ചേരിയിലെ സമരപ്പന്തലിലും ബാക്കി ദിവസങ്ങൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലുമാണ് മരണം വരെ നിരാഹാരമനുഷ്ഠിച്ചു വരുന്നത്. കുന്നംകുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെ നഗരസഭയിലെ കീഴൂർ പകൽ വീട്ടിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂർ എരിഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലം നിറയും ആനയൂട്ടും നടന്നു. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. ചൂണ്ടൽ ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശി ഫിസ അയ്യുന്നി സ്വർണ്ണ മെഡലും മികച്ച താരത്തിനുള്ള പുരസ്കാരവും കരസ്ഥമാക്കി. കാട്ടകമ്പാൽ കാഞ്ഞിരത്തിങ്കൽ MG സ്കൂളിൽ ഓല കൊണ്ടുള്ള കളിപ്പാട്ടങ്ങളുടെ പ്രദർശനം നടത്തി. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ 6 പതിറ്റാണ്ടിലേറെ ശാന്തിയായി സേവനമനുഷ്ഠിച്ച വാസുദേവൻ ശാന്തിയെ അനുസ്മരിച്ച് ചരമവാർഷികാചരണം നടത്തി. വയനാട് ദുരന്തഭൂമിയിൽ നിന്ന് രക്ഷാദൌത്യം കഴിഞ്ഞു മടങ്ങുന്ന സൈനികർക്ക് പുഷ്പവൃഷ്ടിയുമായി BJP പ്രവർത്തകർ. ചൂണ്ടൽ സെന്ററിലാണ് സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തെ പുഷ്പവൃഷ്ടിയോടെ വരവേറ്റത്. മന്നലാങ്കുന്ന് ദേശീയപാത 66 കിഴക്ക് സർവീസ് റോഡിൽ പാർക്ക് ചെയ്ത ലോറികൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അധികൃതർ ആവശ്യമായ നിർദ്ദേശം നൽകി ഈ പ്രവണത അവസാനിപ്പിക്കണമെന്ന് SDPI പുന്നിയാർകുളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.